ചില ആൾക്കാരുടെ പേര് ഭയങ്കര വെറൈറ്റി ആയിരിക്കും വൈശാഖെ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ടിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ കൃഷ്ണ വിവേകാനന്ദ ജി എന്നാണ്. അരുൺ കൃഷ്ണ വിവേകാനന്ദ ജി. ഇന്നലെ കൂടി ഞാൻ കണ്ടത് കവിത പോലത്തെ പേര്. അതെ. അപ്പൊ ആ പേരുകൊണ്ട് ഒരുപാട് പുലിവാലൊക്കെ അനുഭവിക്കുന്ന വ്യക്തി കൂടിയാണ് അരുൺ കൃഷ്ണ വിവേകാനന്ദ ജി. എഴുതി തീർക്കണ്ടല്ലേ? അതെ. അപ്പോ ഇന്ന് കലക്കൻ റീച്ചാർജിലെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ ഒരു പേരിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ട് പേരും കൂടെ ഉള്ള ഒരു ഗസ്റ്റ് ആണ് എത്തിയിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം മുമ്പ് ചോദിക്കാൻ പോകുന്നു വൈശാഖിന്റെ അടുത്ത്. ഈ ഖയാൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഖയാൽ ഒരു സംഗീതത്തിന്റെ എന്തോ ആണെന്ന് അറിയാം, പക്ഷെ എന്താണെന്ന് യാതൊരു ധാരണയില്ല. കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നേഹ ഖയാൽ. ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ് ഓൺ കലക്കൻ റീചാർജ്. ഞാനിപ്പോൾ ഡയറക്ടർ ജോഷ് സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ലൈല ഓ ലൈല, ലാലേട്ടന്റെ പടം. കൂടാതെ ഞാൻ ഗാനരചയിതാവ് 1-2 സോങ്ങുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് മലയാളത്തില്. ഒന്ന് രമ്യ നമ്പീശൻ പാടിയ, രമേശ് ജി സംഗീതം ചെയ്ത മഞ്ഞിൻ കുളിരിൽ നീർമഴ എന്ന പാട്ട്. 2 കർണാട്ടിക് കൃതി സ്വാഹ എന്ന മൂവിയില്. 3 ഞാൻ ശങ്കർ സാറിന്റെ പടത്തിലൊരു പാട്ട് ഇപ്പൊ ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ ഡയറക്ഷനിൽ നിൽക്കുന്നു. ഓക്കെ നേഹ, അപ്പൊ ഈ ഖയാൽ എന്ന് പറയുന്നത് ഒരു അറബ് പദമാണെന്ന് അറിയാം. എന്താണ് ഖയാൽ ആക്ച്വലി? എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ലിറിക്സ് ആണ് ഖയാൽ. ഇത് നമ്മൾ ബ്രിജ് ഭാഷയിൽ എഴുതുന്നു. ബ്രിജ് ഭാഷ എന്ന് വെച്ചാൽ 19th സെഞ്ചുറിയിൽ മധുരയിൽ സംസാരിച്ചിരുന്ന ഭാഷയാണ്. പിന്നെ ബ്രിജ് ഭാഷ അല്ലാതെ തന്നെ ഒരു ക്ലാസിക്കൽ ലിറിക്സ് റൂറൽ ഏരിയാസിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ. പിന്നെ അല്ലാതെ തന്നെ നമ്മള് പേർഷ്യനില്, മറാത്തിയില്, പഞ്ചാബിയില്, ഹിന്ദിയില്, എല്ലാം ഉറുദുവില് എല്ലാം ഖയാലുകൾ എഴുതാറുണ്ട് നമ്മൾ. പിന്നീട് ഈ ഖയാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കർണാട്ടിക് സംഗീതത്തില് പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറയുന്ന ലിറിക്സ് പോകുന്ന പോലെ തന്നെ ഇതില് ഹിന്ദുസ്ഥാനിയിൽ സ്ഥായി, അന്തര, സഞ്ചാരി, ആബോഗി എന്ന് പറഞ്ഞിട്ടാണ് ഇതില് ലിറിക്സുകൾ പോകുന്നത് 4 സ്റ്റാൻസ് ആയിട്ട്. പിന്നെ ഇതില് 2 വരികൾ തൊട്ട് 8 വരികൾ വരെയാണ് ഇതിലുള്ളത്. ലിറിക്സുകൾ കുറവാണെങ്കിൽ പോലും അരമണിക്കൂറുകളും നീണ്ടത് പാടാറുണ്ട്. അപ്പോ ഇതാണ് ഖയാൽ. എന്തായാലും ഖയാൽ വിശേഷങ്ങൾ തീരുന്നില്ല. ഇനിയും ഉണ്ട് വഴിയെ കേൾക്കാൻ കൂടുതൽ കാര്യങ്ങൾ കേട്ടിരിക്കുക. ക്ലബ് ഓഫ് 94.3 ഇത് കലക്കൻ റീചാർജ്. കൂടെയുണ്ട് ഞാൻ വിനു. ഞാൻ വൈശാഖാണ്. ടൺ കണക്കിന്